ജോർദാൻ സ്വദേശിയായ ബദർ ബദറാൻ എന്ന 26 വയസ്സുള്ള യുവാവ് തൻ്റെ ജനനം മുതൽ സംസാരശേഷിയില്ലാത്തവനായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പരിശുദ്ധ കഅബയുടെ മുമ്പിൽ വെച്ച് 26 വർഷത്തെ മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു തുടങ്ങി. തൻ്റെ ജീവിതത്തിലെ ആദ്യ വാക്കുകളായി ആ വിശുദ്ധ മണ്ണിൽ വെച്ച് യാ അല്ലാഹ് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബം ആനന്ദ കണ്ണീർ പൊഴിച്ചു. സംസാരശേഷി ലഭിച്ചതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലഘുവായി സംസാരിക്കുന്ന ബദർ ബദറാനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അള്ളാഹുവേ, നിന്റെ കാരുണ്യത്തിന് നന്ദി എന്ന് അദ്ദേഹം വീണ്ടും പറയുകയുണ്ടായി. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വിവരിക്കാൻ വാക്കുകളില്ലെന്നും എല്ലാം പടച്ച റബ്ബിന്റെ കാരുണ്യമാണെന്നുമാണ് ബദർ വിശ്വസിക്കുന്നത്. ജോർദാനിലെ പ്രശസ്തമായ ഫൈസരി ക്ലബിന്റെ ആരാധകനായ ഇദ്ദേഹത്തിന്റെ വീഡിയോ ആ ക്ലബിന്റെ ഔദ്യോഗിക പേജിലൂടെ പുറത്തു വന്നതോടെയാണ് ലോക ശ്രദ്ധ നേടിയത്. പരിശുദ്ധ ഹറം എന്നത് നൂറ്റാണ്ടുകളായി ഇത്തരം നിരവധി അത്ഭുത സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇന്നും അവിടെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. യാതൊരു ജലാശയങ്ങളോ നീരുറവയോ ഇല്ലാത്ത മരുഭൂമിയിൽ നൂറ്റാണ്ടുകളായി വറ്റാതെ നിലനിൽക്കുന്ന സംസം ഉറവ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അത്ഭുതമാണ്. 6-ാം നൂറ്റാണ്ടിൽ കഅബ തകർക്കാൻ വന്ന ആനപ്പടയെ അള്ളാഹു അബാബീൽ പക്ഷികളെ അയച്ച് ചെറിയ കല്ലുകൾ കൊണ്ട് നശിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു അടയാളമാണ്. ബഹിരാകാശത്തു നിന്ന് നോക്കുമ്പോൾ ഭൂമിയിൽ പ്രകാശിച്ചു നിൽക്കുന്ന കഅബയുടെ ദൃശ്യങ്ങൾ ലോകം അത്ഭുതത്തോടെയാണ് കാണുന്നത്. നമ്മൾ അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും അവന്റെ സൃഷ്ടികളിലും ഇത്തരം ദൃഷ്ടാന്തങ്ങളിലും വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. വിശുദ്ധ മണ്ണിലെത്തുന്ന ഓരോ വിശ്വാസിയുടെ മനസ്സ് അത്രമേൽ ശുദ്ധമായിരിക്കും. അത്തരം ശുദ്ധമായ മനസ്സോടെ പ്രാർത്ഥിച്ച ബദറിന് ലഭിച്ച ഈ അനുഗ്രഹം വിശ്വാസികൾക്ക് വലിയൊരു പാഠമാണ്. ഈ അത്ഭുതങ്ങൾ കേവലം കൗതുക വാർത്തകളല്ല, മറിച്ച് അള്ളാഹുവിന്റെ പരമാധികാരത്തിന്റെയും അവന്റെ കാരുണ്യത്തെയും തിരിച്ചറിയാനുള്ള വഴികളാണ്. മരിക്കുന്നതിന് മുമ്പ് ആ വിശുദ്ധ മണ്ണ് ഒന്ന് കാണാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബദർ ബദറാൻ എന്ന യുവാവ് ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം ജോർദാനിലെ പ്രസക്തമായ ഫൈസരി ഫുട്ബോൾ ക്ലബിന്റെ സജീവ ആരാധകനാണ്. വർഷങ്ങളായി ആ ക്ലബിലെ അംഗങ്ങൾക്കും ആരാധകർക്കും അദ്ദേഹത്തെ നേരിട്ട് അറിയാം. ഒരാൾ 26 വർഷം സംസാരിക്കാതെ അഭിനയിച്ചു എന്നത് യുക്തിക്ക് നിരക്കാത്ത വാദമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബവും സുഹൃത്തുക്കളും ഈ മാറ്റത്തിന് സാക്ഷികളാണ്. ഒരു ക്ലബ്ബ് അതിൻ്റെ ഔദ്യോഗിക പേജിലൂടെ ഈ വാർത്ത പങ്കുവെക്കണമെങ്കിൽ അതിൻ്റെ സത്യസന്ധത അത്രമേൽ ഉറപ്പുള്ളത് കൊണ്ടാണ്. ബദർ ബദറാൻ മുൻപേ സംസാരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ് യുക്തിവാദികൾ രംഗത്ത് വരാം. ഇത്തരം സാഹചര്യങ്ങൾ ഹാരിഫ് ഹുസൈനെ പോലുള്ളവരുടെ തൊണ്ടയിലൂടെ ഭക്ഷണം ഇറങ്ങാത്ത സാഹചര്യത്തെയാണ് ഉണ്ടാക്കി നൽകിയിട്ടുണ്ടാകുക. അത്തരം വാദങ്ങളുമായി വരുന്ന മുൻപേ പറയാം, തൻ്റെ വൈകല്യത്തെ വിറ്റ് കാശാക്കാനോ പ്രസക്തനാകാനോ ആയിരുന്നു ഉദ്ദേശമെങ്കിൽ 26 വർഷം അദ്ദേഹം കാത്തിരിക്കേണ്ടതില്ലായിരുന്നു. കൂടാതെ പരിശുദ്ധ ഹറം എന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ക്യാമറകളും നിരീക്ഷണ സംവിധാനങ്ങളുമുള്ള ഇടമാണ്. അവിടെ വെച്ച് ഒരു വ്യാജ നാടകം കളിക്കുക എന്നത് അസാധ്യമാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണീരും പ്രാർത്ഥനയും ആരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. ഖുർആൻ പറയുന്നു, തീർച്ചയായും കണ്ണ് അടച്ചു പോയവരല്ല അവർ, മറിച്ച് നെഞ്ചുകളിലുള്ള ഹൃദയങ്ങൾ അന്ധമായി പോയവരാണ്. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കാണാൻ ഹൃദയശുദ്ധി വേണം. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായ സംസം ഇന്നും വറ്റാതെ നിലനിൽക്കുന്നത് കാണുമ്പോഴും കണ്ണടക്കുന്നവർക്ക് മുന്നിൽ ബദർ ബദറാന്റെ സംസാരം വലിയൊരു അത്ഭുതമായി തോന്നില്ല. അവിശ്വാസികൾ എക്കാലത്തും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ മാജിക് എന്നും നുണ എന്നും വിളിച്ചിട്ടുണ്ട്.